നമസ്കാരം. MS ഗുൽഷൻ കപ്പൽ വന്ന സാഹചര്യത്തിൽ ഒരു ക്യാപ്റ്റനോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഒരു പോർട്ടിനെതിരെ പ്രവർത്തിക്കാൻ കഴിയുക? അദ്ദേഹം തിരിച്ചു ചോദിച്ചു, ഹൗ എ ഹ്യൂമൻ ബീയിങ് ക്യാൻ ബി എ ടെററിസ്റ്റ്. ഇന്നത്തെ സെയിലിംഗ് മന്ത്രി ആരംഭിക്കുന്നു. നമ്മുടെ CB2 ബർത്ത് കണ്ടെയ്നർ ബർത്ത് നമ്പർ 2 ഇപ്പോ MS ഗുൽഷൻ താൽക്കാലികമായി ജെറ്റ് സർവീസിലെ അവസാനത്തെ കപ്പലെന്ന് പറയാം, ഇപ്പോൾ ബർത്തിലുണ്ട്. ഗുൽഷൻ ഇവിടെ എത്തുമ്പോൾ പഴയ ഒരു ഓർമ്മ വരികയാണ്. അതുകൊണ്ടാണ് ക്യാപ്റ്റനോട് ആ കാര്യം ചോദിച്ചത്. ദീർഘനാളായി നമ്മൾ സ്വപ്നം കണ്ടിരുന്ന ഒരു കപ്പലാണ് MS ഗുൽഷൻ. 2019 ഗുൽഷൻ നീറ്റിലിറങ്ങിയത്. 2019 ആ സമയത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായിരുന്നു MS ഗുൽഷൻ. എല്ലാ കാലത്തും ഈ 30 വർഷത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രചരണങ്ങളെ എപ്പോഴും നമ്മൾ കൊഴിപ്പിക്കാൻ ശ്രമിച്ചത് ഏറ്റവും ഒടുവിലുള്ള സംഭവങ്ങൾ, കപ്പൽ മേഖലയിൽ, കടൽ മേഖലയിൽ, ഗതാഗത മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ കാര്യങ്ങൾ ഉദാഹരണമായി എടുത്തുകൊണ്ടാണ് ഈ ഒരു ക്യാമ്പയിൻ സജീവമാക്കിക്കൊണ്ടിരുന്നത്. കപ്പലും കടലും ഒക്കെ പറയുമ്പോൾ സാധാരണ ആളുകളിൽ ഒരു വലിയ താല്പര്യമുണ്ടാക്കാൻ പറ്റും നമുക്ക്. പ്രത്യേകിച്ച് അവർക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ, ആഗോളതലത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, നാളെ നമ്മുടെ നാട്ടിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയുമ്പോൾ വലിയ താല്പര്യം, സാധാരണ നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസംഗത്തെക്കാൾ ഒക്കെ വലിയ താല്പര്യം പൊതുജനങ്ങളിൽ കണ്ടതുകൊണ്ടാണ് അങ്ങനെയുള്ള വിഷയങ്ങൾ എടുത്തുകൊണ്ട് ഇപ്പോ ഐറിന ഇറങ്ങിയപ്പോഴും MS ടെസ്സ ഇറങ്ങിയപ്പോഴും അല്ലെങ്കിൽ അത്തരം കപ്പലുകളുടെ നിർമ്മാണം നടക്കുമ്പോഴും ഒക്കെ അത്തരം ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ടാണ് വിമാക് ഈ ക്യാമ്പയിനുകൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ MS ഗുൽഷൻ നമ്മുടെ ബർത്തിൽ എത്തുമ്പോൾ ഞങ്ങൾക്ക് തീർച്ചയായും വിശ്വാസമുണ്ടായിരുന്നു, ഒരു ദിവസം ഗുൽഷൻ നമ്മുടെ തുറമുഖത്ത് എത്തും എന്നുള്ള കാര്യത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. അങ്ങനെയാണ് 2019 ഡിസംബർ മാസം 29-ാം തീയതി ഒരു പരിപാടി ശംഖുമുഖത്ത് നടത്തിയത്. ഇത് നടത്തുന്നതിന് 2 കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, നമ്മൾ ഈ പ്രോജക്റ്റിന്റെ നിർമ്മാണം തുടങ്ങി 2015 ഡിസംബർ മാസം 5-ാം തീയതി മുതൽ പലതരം കൗണ്ടിങ്ങൾ നടത്തുമായിരുന്നു. എത്ര ദിവസം നമ്മൾ പിന്നിടുന്നു, കശുമാവ് നട്ടുകൊണ്ട്, കല്ലുകൾ നൽകിക്കൊണ്ട്, ഇങ്ങനെ പലതരം ക്യാമ്പയിനുകൾ നടത്തി 1000 ദിവസം പിന്നിട്ടു, ഒന്നും സംഭവിച്ചില്ല. കരാർ പ്രകാരം 4 വർഷമുണ്ട്. 4 വർഷം പൂർത്തിയാക്കാൻ പോകുന്ന സാഹചര്യത്തിലാണ് ഈ MS ഗുൽഷൻ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ MS ഗുൽഷനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ 4 വർഷവും പിന്നിടുന്നു, ഇവിടെ കാര്യമായിട്ടൊന്നും സംഭവിക്കുന്നില്ല എന്ന് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതായിരുന്നു അഹോയ് ഗുൽഷൻ എന്ന് പറയുന്ന പരിപാടിയുടെ പിന്നിലുള്ള ദർശനം. വിമാക് ഒരു വളരെ ദാരിദ്ര്യം പിടിച്ച ഒരു സംഘടനയാണ്, ഒരു വരുമാനവുമില്ലാത്ത ഒരു സംഘടന. എങ്ങനെയാണ് അഹോയ് ഗുൽഷൻ പോലെ ഒരു കൊക്കിലൊതുങ്ങാത്ത ഒരു പ്രോഗ്രാം നടത്തിയത്? നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഓഗ്മെന്റഡ് റിയാലിറ്റി ടെക്നോളജി, സാങ്കേതികമായി ആ സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ആ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അഹോയ് ഗുൽഷനെ, അതിന്റെ ഒരു ഇമേജ്, കപ്പൽ നമ്മുടെ ശംഖുമുഖം കടലിൽ കിടക്കുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. സാങ്കേതികമായിട്ടൊന്നും അത്ര പെർഫെക്ഷൻ ഉള്ള ഒരു പ്രോഗ്രാം ആയിരുന്നില്ല. എന്നാൽ പോലും ആളുകളുടെ ഇടയിൽ ഒരു സ്വപ്നത്തെ ജ്വലിപ്പിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ തുറമുഖം. ലോകതലത്തിൽ ഇത്രയും വലിയ കപ്പലുകൾ ഇറങ്ങുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആളുകളുമായി സംസാരിക്കുക, അത്തരം ലിറ്ററേച്ചറുകൾ ജനങ്ങളിൽ എത്തിക്കുക, അത്തരം ക്യാമ്പയിനുകൾ സോഷ്യൽ മീഡിയ വഴി എത്തിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു കഴിഞ്ഞ 30 വർഷവും ഇത് നടത്തിക്കൊണ്ടിരുന്നത്. അതിനുവേണ്ടിയായിരുന്നു ഈ സബ്ജക്ട് തെരഞ്ഞെടുത്തത്. അങ്ങനെയാണ് ഈ ഓഗ്മെന്റഡ് റിയാലിറ്റിയിലൂടെ ഈ പറയുന്ന MS ഗുൽഷനെ ശംഖുമുഖം കടലിൽ നമ്മൾ കാണിക്കുന്നു, ആളുകൾക്ക് വന്ന് അത് ദർശിക്കാം എന്നുള്ള രീതിയിലായിരുന്നു താരതമ്യേന ഒരു വിപുലമായ പരിപാടി വിമാക് സംഘടിപ്പിച്ചത്. അപ്പോ അത് ടെക്നിക്കലി അത്ര പെർഫെക്ഷൻ ഉണ്ടായില്ലെങ്കിലും ഒരു പുതുമ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ ജനങ്ങളെ ഒരു വേദിയിൽ അണിനിരത്തുവാനും, ഇത്തരം വിഷയങ്ങൾ നമ്മൾ വൈകുന്നു, നമ്മൾ 4 വർഷം കരാർ അനുസരിച്ച് 4 വർഷം ആയിട്ടും പോർട്ട് പൂർത്തിയാക്കിയില്ല എന്നുള്ള വിവരവും ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തുക, അദാനി ഗ്രൂപ്പിനെ ബോധ്യപ്പെടുത്തുക,
തുടങ്ങിയതായിരുന്നു ലക്ഷ്യം. അങ്ങനെ ആ പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് ഈ ഓഗ്മെന്റഡ് റിയാലിറ്റിയിലൂടെ ഞങ്ങൾ കപ്പലിനെ അവിടെ വരുത്തിച്ചു, കാണിച്ചു. ലിറ്ററലി അങ്ങനെ കാണിക്കാൻ പറ്റി. ചെറിയ പിഴവുകൾ ഉണ്ടായിരുന്നു, ഇല്ലാന്നൊന്നും പറയുന്നില്ല. അങ്ങനെ കാണിച്ചപ്പോൾ തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു നാവികൻ, ഒരു ക്യാപ്റ്റൻ, ദീർഘനാളായി ഈ പ്രോജക്റ്റിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുകയും താഴ്ത്തിക്കെട്ടുകയും ചെയ്യുന്ന അദ്ദേഹം ഒരു കമന്റ് ആ ദിവസം തന്നെ ഇട്ടു. എന്താണ്? കപ്പലടുപ്പിക്കാൻ പറ്റില്ല, ആയതിനാൽ കപ്പലിന്റെ പടം ശംഖുമുഖത്ത് അടുപ്പിച്ച് നമുക്ക് നമ്മെ തന്നെ പറ്റിക്കാം. അടിയറ സിമ്പൽ. വിമാക്ക് സ്വയം പറ്റിക്കുന്നു, ജനങ്ങളെ പറ്റിക്കുന്നു, കേരളീയരെ പറ്റിക്കുന്നു എന്ന് തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു ക്യാപ്റ്റൻ ദീർഘനാളായി കടലിൽ സഞ്ചരിച്ച് ലോകത്തിലെ കടലുകൾ കൊണ്ട് ജീവിച്ച, ലോകത്തിലെ പോർട്ടുകൾ കൊണ്ട് ജീവിച്ച, ലോകത്തിലെ ഈ മറൈൻ ഇക്കോണമി കൊണ്ട് സമ്പത്തുണ്ടാക്കിയ ആ മനുഷ്യൻ നമ്മുടെ പോർട്ടിനെതിരെ ശക്തമായ ഇല്ലാത്ത കഥകൾ പറഞ്ഞ് ജനങ്ങളെ ഇളക്കിവിടാൻ പര്യാപ്തമായ വിധത്തിൽ നിരവധി നുണകൾ പറയുന്ന കൂട്ടത്തിലാണ് കപ്പൽ അടുപ്പിക്കാൻ പറ്റില്ല, ആയതിനാൽ കപ്പലിന്റെ പടം ശംഖുമുഖത്തടുപ്പിച്ച് നമുക്ക് നമ്മെ തന്നെ പറ്റിക്കാം. ഇപ്പോൾ ആരെയാണ് പറ്റിച്ചിരിക്കുന്നതെന്ന് സാക്ഷാൽ MSc ഗുൽസൻ നമ്മുടെ ബർത്തിൽ അടുത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ളതാണ്. ഈ പരിപാടികൾ മുഴുവൻ കാണുകയും വിമാക്കിന്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുകയും ചെയ്തവർ വിമാക്ക് ജനങ്ങളെയും കേരളീയരെയും പറ്റിക്കുകയായിരുന്നു എന്ന് പ്രേക്ഷകർ തന്നെ ഈ അവസരത്തിൽ മറുപടികൾ നൽകേണ്ടതാണ്. ഇങ്ങനെയാണ് ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ച് എങ്ങനെയും പദ്ധതി നശിപ്പിക്കുക, ഇല്ലെങ്കിൽ പദ്ധതി നീട്ടുക. ഇന്നലെ പറഞ്ഞതെന്താണ്? ഗേറ്റ് തുറക്കുന്നത് നീട്ടിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അതുപോലെ കഴിഞ്ഞ 30 വർഷം ഈ പദ്ധതിയെ നീട്ടിപ്പിച്ചതിൽ ഈ മാന്യനും ചെറുതല്ലാത്ത പങ്കുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഈ വരികളിൽ നിന്ന് 2025 ജൂൺ മാസം 22, 23 തീയതികളിൽ നമുക്ക് ബോധ്യപ്പെടുന്നത്. വിമാക്ക് ഈ പ്രചരണങ്ങളിലെല്ലാം ഉപയോഗപ്പെടുത്തിയത് കൗണ്ടിംഗ് ആണ്. പലതരം കൗണ്ടിങ്ങുകളിലൂടെ ജനങ്ങളെയും ഗവൺമെന്റിനെയും ചില കാര്യങ്ങൾ ഇങ്ങനെ നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇപ്പോ ഒരു കൗണ്ടിംഗ് നടക്കുകയാണ്. 4 മാസത്തിനകം നമ്മുടെ ഗേറ്റ് തുറക്കും എന്ന് നിയമസഭയിൽ വകുപ്പ് മന്ത്രി നൽകിയ മറുപടി ഏകദേശം 25 ദിവസമോ 26 ദിവസമോ ഇനി ബാക്കിയുള്ളൂ. ഇത് ജനങ്ങൾ ഇതൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പറയുന്ന വിടുവായത്തരം ഈ ചെവിയിൽ കൂടെ കേട്ട് ഈ ചെവിയിൽ കൂടെ വിടാനുള്ളതല്ല. ഇത് ഫോളോ ചെയ്യുന്നവർ, ഇത് അന്വേഷിക്കുന്നവർ, ഇത് ഓഡിറ്റിന് വിധേയമാക്കുന്നവർ നാട്ടിലുണ്ട് എന്ന് ബന്ധപ്പെട്ടവരെ ഓരോ ദിവസവും ഓർമ്മപ്പെടുത്തുന്നതാണ് ഇത്തരം കൗണ്ടിംഗ്. കഴിഞ്ഞ 30 വർഷവും ഇത്തരം നിരവധി കൗണ്ടിങ്ങുകൾ നടത്തിയതിലൂടെയാണ് ഈ പ്രോജക്റ്റ് 2024 ജൂലൈ 11 തീയതി കപ്പലടുപ്പിക്കാൻ കഴിഞ്ഞത് എന്ന് തന്നെയാണ് വിമാക്കും ഈ നാട്ടിലെ ജനങ്ങളും വിശ്വസിക്കുന്നത്. ഇപ്പോഴും ഈ കൗണ്ടിംഗ് തുടരുകയാണ്. ഈ 18/3 തുടങ്ങിയ കൗണ്ടിംഗ് 4 മാസം പൂർത്തിയാകുമ്പോൾ റോഡ് കണക്ട് ചെയ്തില്ലെങ്കിലും ഈ കൗണ്ടിംഗ് തുടർന്നുകൊണ്ടേയിരിക്കും. എത്ര ദിവസമെടുത്താണ് ജനങ്ങൾക്ക് നൽകിയ വാക്ക് ഒരു ഗവൺമെന്റിന് പാലിക്കാൻ കഴിയുന്നത് എന്നുള്ള കൃത്യമായ ഒരു അന്വേഷണവും ഒരു ഓഡിറ്റിംഗും വിമാക്കും സെയിലിംഗ് കമന്ററിയും തുടർന്നുകൊണ്ടേയിരിക്കും. ഈ സന്ദർഭത്തിലാണ് ഈ കപ്പലടുപ്പിച്ചപ്പോൾ MSc ഗുൽസൻ അടുപ്പിച്ചപ്പോൾ പറ്റിക്കാൻ പടം കടലിൽ ഒട്ടിച്ചു വെച്ച് അങ്ങനെ വിമാക്കിനെയും ഇവിടുത്തെ ജനങ്ങളെയും ഈ സ്വപ്നം കൊണ്ടു നടക്കുന്നവരെയും ഒക്കെ വിമർശിച്ച ഈ ക്യാപ്റ്റനെ കുറിച്ച് ഒരു വരി ഞാൻ ഇവിടെ വന്ന ഒരു ക്യാപ്റ്റനോട് ചോദിച്ചു. സാധാരണ നാവികരെന്ന് പറയുന്ന ആളുകൾ, അവരുടെ അന്നമാണ് കടലും കപ്പലും ഈ പോർട്ടുകളും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറിനെ, അങ്ങനെയുള്ള ഒരു ഇക്കോ സിസ്റ്റത്തിനെതിരെ ശക്തമായി വിമർശിക്കുന്ന ഒരാളുടെ സ്വഭാവത്തെക്കുറിച്ച്, ഒരാളുടെ മനോനിലയെക്കുറിച്ച് ഞാൻ ചോദിച്ചു. എങ്ങനെയാണ് ഒരു ക്യാപ്റ്റന് ഒരു പ്രദേശത്തെ, അതും സ്വന്തം നാട്ടിലെ ഒരു പോർട്ടിനെ വിമർശിക്കാൻ കഴിയുക? അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ഹൗ ഹ്യൂമൻ ബീയിങ് ക്യാൻ ബി എ ടെററിസ്റ്റ് ദ സെയിം വേ. എങ്ങനെയാണ് ഒരാൾക്ക്, ഒരു മനുഷ്യന് ഒരു ടെററിസ്റ്റായി മറ്റുള്ളവരെ ബോംബ് വെച്ച് തകർക്കുക, വെടിവെച്ച് കൊല്ലുക എങ്ങനെയാകാൻ കഴിയുന്നു? അങ്ങനെയുള്ളവർക്ക് പോർട്ടിനെയും കപ്പലിനെയും കടലിനും എതിരായിട്ടും
സംസാരിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം നൽകിയ മറുപടി. അപ്പോ അത്തരം ടെററിസ്റ്റുകളെ, കടലിനെതിരെ, പോർട്ടിനെതിരെ, കപ്പലിനെതിരെ പ്രവർത്തിക്കുന്ന ടെററിസ്റ്റുകളെ എന്താണ് ചെയ്യേണ്ടതെന്ന് ഗവൺമെന്റ് തന്നെ തീരുമാനിക്കുക, അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ തന്നെ തീരുമാനിക്കുക എന്നുള്ളതാണ്. അത് സെയിലിംഗ് കമന്ററിക്ക് വിടുന്നു. അദ്ദേഹത്തിന് ഒരു മറുപടി 2019 ഡിസംബർ 29 തന്നെ കൊടുക്കാനുള്ള എല്ലാ വെപ്പൺസും വിമാക്കിലെ ഓരോ പ്രവർത്തകരും ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ നിശബ്ദത പാലിച്ചത് എന്തിനാണെന്നറിയാമോ? ഇങ്ങനെ MSc ഗുൽസനെ ബർത്തിൽ കൊണ്ട് നിർത്തി അദ്ദേഹത്തിന് ഒരു മറുപടി കൊടുക്കുക എന്നുള്ള ആ സുദിനത്തിനു വേണ്ടി ഞങ്ങൾ വളരെ ക്ഷമയോടെ കാത്തിരുന്നത് ഇപ്പോൾ പ്രകൃതി ഒടേ തമ്പുരാൻ കനിഞ്ഞനുഗ്രഹിച്ച് നമുക്ക് നൽകിയിരിക്കുന്നു. നമുക്ക് നന്ദി പറയാം. ഒപ്പം ഇത്തരം ടെററിസ്റ്റുകളെ വരുതിക്ക് നിർത്തുവാനും നമുക്ക് കൂട്ടായി പരിശ്രമിക്കാം. ഇനി നമുക്ക് വന്നുപോയ കപ്പലുകൾ ഏതാണെന്ന് കൂടി നോക്കാം. സൈനിങ് ഓഫ്, എലിയാസ് ജോൺ.